ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. ഇനി നമുക്ക് കുറച്ച് എസ് എ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എസ് എക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമേ പറയട്ടെ, പ്ലസ് വണ്ണുകാരെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യമായിട്ട് സോഷ്യോളജിയുടെ ഒരു പബ്ലിക് എക്സാം മോഡൽ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പബ്ലിക് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെയൊക്കെ ഒരുപാട് ലൈവുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ പറയാണ്. എപ്പോഴും സോഷ്യോളജി പോലുള്ള ഒരു പരീക്ഷയ്ക്കൊക്കെ എസ് എ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. പ്രാക്ടീസ് ഇൻ ദ സെൻസ് എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം, എന്തൊക്കെ അവസാനിപ്പിക്കണം, ഏതൊക്കെ രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യണം. കാരണം എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എസ് എ ക്വസ്റ്റ്യൻസിന് നല്ല ഇമ്പോർട്ടൻസ് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവുമായിരിക്കും. അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തിന് സാധ്യതയുണ്ട്, മാർക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയുന്ന എല്ലാ കണ്ടന്റുകളും കൃത്യമായിട്ട് ഒരു ആൻസർ ആക്കി നമ്മുടെ പേപ്പറിൽ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഓർഡർ ആക്കിയിട്ട്, ഞാൻ പറയുന്ന മിക്ക ലൈവുകളിലും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ പ്രധാനപ്പെട്ട എസ് എ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴും എസ് എ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർഡർ ആക്കി ഒരു സീക്വൻഷ്യൽ ആയിട്ടൊക്കെ പഠിച്ചു വെച്ച് പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴും എക്സാം ഹാളിൽ അത് ഒരുപാട് ഉപകാരം ചെയ്യും എന്നുള്ളത് പറയാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ദ ഗ്ലോബൽ സൊസൈറ്റി ഈസ് ഫേസിങ് എ ലോട്ട് ഓഫ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, എക്സ്പ്ലെയിൻ ദ മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. ആഗോള സമൂഹം അനേകം പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത് ഇപ്പോഴും കുട്ടികൾ ഇത് തെറ്റിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. നമ്മുടെ പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു കാരണവശാലും എല്ലാവർക്കും സിമ്പിളായിട്ട് എഴുതി പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോയിൽ ഇത് പറയാനുള്ള കാരണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അധിക വർഷങ്ങളിലും എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടൊക്കെ ചോദിച്ച് കാണാറുണ്ട്. മെയിൻ ആയിട്ടും എസ് എ ക്വസ്റ്റൻ ആയിട്ട് കാണാറുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. പൊല്യൂഷൻ എഴുതാം, അതേപോലെ തന്നെ റിസോഴ്സ് ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, അല്ലെ, വിഭവശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു? പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഇതിനകത്ത് വിഭവശോഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരുപാട് റിസോഴ്സുകളുണ്ട്. അതിൽ തന്നെ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സുകളുണ്ട്, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിയുന്ന സമയത്ത് അത് എന്തായി പോവും? അത് റിസോഴ്സ് ഡിപ്ലീഷന് കാരണമാകും, വിഭവശോഷണത്തിന്, വിഭവങ്ങൾ ലഭിക്കാത്തതിന് കാരണമാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പുനരുൽപാദിപ്പിക്കാൻ പറ്റുന്ന ഊർജ്ജ സ്രോതസ്സും ഉണ്ട്, പുനരുൽപാദിപ്പിക്കാൻ പറ്റാത്ത, തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സുകളുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. പിന്നെ പൊല്യൂഷൻ, ഏതൊക്കെ തരം പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഇങ്ങനെ 3 തരത്തിലുള്ള പൊല്യൂഷനെ കുറിച്ച്, മലിനീകരണത്തെ കുറിച്ച്, ഏതൊക്കെയാണ്? വായു, ജല, ശബ്ദ മലിനീകരണത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, എന്താണ് ആഗോളതാപനം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ മൊത്തത്തിലുള്ള, അതായത് അന്തരീക്ഷത്തിലെ താപനില ക്രമാനുഗതമായിട്ട് വർദ്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ആഗോള താപനം എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ വർദ്ധിച്ച അളവ് കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. ഇത്തരം കാര്യങ്ങൾ, അതേപോലെ തന്നെ ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ എന്തൊക്കെ, അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ മാറ്റത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. ദ സോഴ്സസ് ആൻഡ് കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻക്ലൂഡ്സ്. അപ്പൊ എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, അതായത് സാമൂഹിക മാറ്റത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചോദ്യം നമ്മൾ മിക്ക വർഷങ്ങളിലും 8 മാർക്കിന് കാണാറുണ്ട്. അപ്പൊ നോക്കുക, ഇവിടെ സാമൂഹിക മാറ്റത്തിന്റെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണെന്നല്ല ചോദിച്ചിട്ടുള്ളത്, അതിന്റെ കാരണങ്ങളാണ്. ഈ തരങ്ങളും കാരണങ്ങളും തമ്മിൽ മാറിപ്പോവാൻ പാടില്ല. വിവിധ തരം സാമൂഹിക മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിപ്ലവകരമായിട്ടുള്ള സാമൂഹിക മാറ്റമുണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക, എവല്യൂഷണറി പരിണാമപരമായിട്ടുള്ള സാമൂഹിക മാറ്റമുണ്ട്. അതൊക്കെ എന്താണ്? സാമൂഹിക മാറ്റത്തിന്റെ തരങ്ങളാണ്. ഓക്കെ, പലതരം തരങ്ങളാണ്. ഇവിടെ ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോസസ് അല്ലെങ്കിൽ റിസോഴ്സസ്, സാമൂഹിക മാറ്റത്തിന്റെ ഉറവിടങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് കാണുകയാണെങ്കിൽ ഏതാണ് ഉത്തരം വരുന്നത്?
അതായത് എൻവയോൺമെന്റൽ ചേഞ്ചസ്, സാമ്പത്തിക മാറ്റങ്ങൾ, പാരിസ്ഥിതിക മാറ്റങ്ങൾ, രാഷ്ട്രീയം, സാംസ്കാരികം, സാങ്കേതികം, ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക്കൽ ചേഞ്ചസ്, ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക മാറ്റത്തിന്റെ കാരണങ്ങളോ ഉറവിടങ്ങളോ ആയിട്ട് വരുന്നത്. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റൻ ആണ് GS ഘുരെ പ്രാധാന്യം നൽകിയ ജാതി വ്യവസ്ഥയുടെ 6 സവിശേഷതകൾ ഏതൊക്കെയാന്നുള്ളത്. 6 കാസ്റ്റ് സിസ്റ്റംസ് എംഫസൈസ്ഡ് ബൈ GS ഘുരെ. GS ഘുരെ പറഞ്ഞിട്ടുള്ള 6 തരത്തിലുള്ള ജാതി സിസ്റ്റം ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിനകത്ത് സെക്ഷൻ ഡിവിഷൻ, ഖണ്ഡവിഭജനം, ശ്രേണീബദ്ധമായിട്ടുള്ള വിഭജനം, അതുപോലെ തന്നെ സാമൂഹികമായ പാരസ്പര്യത്തിനുമുള്ള നിയന്ത്രണങ്ങൾ, റെസ്ട്രിക്ഷൻസ് ഓൺ സോഷ്യൽ ഇന്ററാക്ഷൻസ്, അതുപോലെ ഡിസ്റ്റിങ്ക്ട് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, റെസ്ട്രിക്ഷൻസ് ഓൺ ചോയ്സസ് ഓഫ് പ്രൊഫഷൻ, റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്, വിവാഹത്തിനുമുള്ള നിയന്ത്രണങ്ങൾ. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്ന ജാതിയുടെ 6 സവിശേഷതകളായിട്ട് പറയുന്നത്. ഇത് പഠിക്കണം. ഇത് എസ്സേ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ, ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് എക്സാമ്പിൾസ്. അതായത് ഏതൊക്കെയാണ് സമൂഹശാസ്ത്രവും മറ്റ് സാമൂഹ്യശാസ്ത്രവുമായിട്ടുള്ള വിഷയങ്ങൾ, അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഹിസ്റ്ററി, അതേപോലെ എക്കണോമിക്സ്, ആന്ത്രപ്പോളജി, ഇങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്, സൈക്കോളജി, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സമൂഹശാസ്ത്രത്തിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ് സാമൂഹിക ശ്രേണീകരണം. ജാതിയും വർഗവും 2 വ്യത്യസ്തമായിട്ടുള്ള ശ്രേണീകരണത്തിന്റെ 2 രൂപങ്ങളായിട്ട് വിശദീകരിക്കാൻ വരാറുണ്ട്. അപ്പൊ എന്താണ് സാമൂഹിക ശ്രേണീകരണം എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് 2 മാർക്കിനും ചോദ്യം കാണാറുണ്ട്. സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വങ്ങളെയാണ് നമ്മൾ ശ്രേണീകരണം എന്ന് പറയുന്നത്. അധികാരം, നേട്ടം എന്നിവയുള്ള അസമത്വം സാമൂഹിക ശ്രേണീകരണത്തിന് കാരണമാകാറുണ്ട്. ഇനി ഇവിടെ ബി പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട് ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ജാതി കൃത്യമായിട്ട്, കാസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഇന്ത്യൻ സമൂഹത്തിന്റെ സവിശേഷതയാണ്. അതുപോലെ തന്നെ അത് ജന്മനാൽ ലഭിക്കുന്നതാണ്. വർഗം എന്ന് പറയുന്നത് എന്തല്ല, ക്ലാസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് വർഗം എന്ന് പറയുന്നത്. അതിനെന്തില്ല, ജന്മം അല്ലെങ്കിൽ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല അത് നമ്മൾ വർഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള സവിശേഷതകളൊക്കെ എഴുതി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാം. ആൻഡ് എക്സാമിൻ ഹൗ സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമപ്രദേശങ്ങളിലെ സാമൂഹ്യ ക്രമവും സാമൂഹ്യ മാറ്റവും എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് റീസെന്റ് ആയിട്ട് നന്നായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. റൂറൽ സൊസൈറ്റിയെ കുറിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ഭാഗങ്ങളൊന്നും നിങ്ങൾ വിട്ടുകളയരുത്. പഠിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ വില്ലേജസ് ആർ സ്മോൾ ആൻഡ് മോർ പേഴ്സണലൈസ്ഡ് റിലേഷൻഷിപ്സ്. നമുക്കറിയാം ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് വലുപ്പത്തിൽ ചെറുതായിരിക്കും, കുറച്ചുകൂടിയും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ് അവിടെ കാണാൻ പറ്റുക. മാത്രമല്ല മാറ്റങ്ങൾ മന്ദഗതിയിലാണ്, വളരെ സ്ലോ ചേഞ്ചസ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഫസ്റ്റ് പാർട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റൻ ആണ്. വിവിധതരം കുടുംബങ്ങളെ കുറിച്ച് വിശദീകരിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അതായത് അത് സ്ഥലം, ഘടന, അധികാരം, പൈതൃകം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറുണ്ട്. വാസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുക, പിതൃസ്ഥാനീയം, മാതൃസ്ഥാനീയം എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട്. അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ ഫാമിലി, അതായത് പിതൃമേധാവിത്വ കുടുംബം, മാതൃമേധാവിത്വ കുടുംബം എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട്. പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിതൃദായക ക്രമം, മാതൃദായക ക്രമം എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതും ഈ ഭാഗവും ഫസ്റ്റ് ഭാഗമാണ്, അല്ലെങ്കിൽ 3ാമത്തെ ചാപ്റ്ററിനകത്താണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്നൊക്കെ എസ്സേ ചോദ്യം വരുമോ എന്നൊന്നും സംശയിച്ച് നിൽക്കണ്ട. ഇതൊക്കെ നമുക്ക് ചില സമയത്ത് ചോദ്യങ്ങളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഈ ഏരിയകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. താങ്ക്